ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് റഷ്യൻ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറേ പേര് എൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. റഷ്യൻ സാലഡ് മിക്ക ആളുകളും കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഉരുളക്കിഴങ്ങാണ്, ഏകദേശം 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് വേവിച്ചെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് 100% ഒന്നും വേവണ്ട, ഒരു 80% വരെ മാത്രം വേവിച്ചെടുക്കുക. ഇത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ സാലഡിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും രുചി ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഷർ കുക്കറിലൊന്നും ഇത് വേവിക്കണ്ട, വെന്തുടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സാധാരണ പാനിൽ വെച്ചിട്ട് ഒരു 80% വരെ മാത്രം വേവിച്ചെടുക്കുക. അതുപോലെ ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് തൊലി കളഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഒരു ക്യാരറ്റും ഇതേപോലെ വേവിച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസും അതേപോലെ ഗ്രീൻ പീസുമാണ്. ഇതും വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 2 മുട്ടയുടെ വെള്ള. ഇത് മുട്ട പുഴുങ്ങിയതിന് ശേഷം വെള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മഞ്ഞ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞയും കൂടി എടുക്കാം. ഇവിടെ ആരും മഞ്ഞ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള മാത്രം എടുത്തു വെച്ചതാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് തോട് കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഏകദേശം 1.5 കപ്പ് വരെ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയണൈസാണ്. ഞാനിവിടെ 1 കപ്പ് മയണൈസാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മയണൈസാണ് റഷ്യൻ സാലഡിന് ഏറ്റവും നല്ലത്. ഞാൻ മുട്ടയുടെ മഞ്ഞ ചേർക്കാതെയാണ് മയണൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം, നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണുള്ളത് അത് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ മയണൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. അതുപോലെ ഒരു 2-3 നുള്ളി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്ലാക്ക് പെപ്പർ മാത്രം മതിയാവും, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഓരോ സാധനങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മയണൈസും ക്രീമും ഒക്കെ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാര ചേർത്തല്ലോ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം, കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ, അടിപൊളി സാലഡാണ്. റഷ്യൻ സാലഡ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവും തോന്നില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്